എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ വളരെ പ്രധാനമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ശേഷം കഴിവതും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. കാരണം എല്ലാവർക്കും ഗുണകരമാകുന്ന ഒന്നാണ്. ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം, നമ്മുടെ നാട്ടിൽ ചിലർ വലിയ ചൂഷണങ്ങൾക്ക് ഇരയാകുകയാണ്. അതിൽ ഒരു വിഭാഗമാണ് ഈ കെയർ ഗീവർ എന്ന് ഉള്ളൊരു ലേബിളിൽ ഏജൻസികൾ പല രോഗികളെയും വയസ്സായവരെയും ശുശ്രൂഷിക്കാൻ വേണ്ടി ഈ ആൾക്കാരയക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ഉടനീളമുണ്ട്. എന്നാൽ ഇങ്ങനെ പോകുന്നവരിൽ ഒരു ചില ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വേദനകളെക്കുറിച്ചാണ്. ഇതിന് ഏജൻസിയും ആ വീട്ടുകാരും തമ്മിൽ ഉണ്ടാക്കുന്ന ഉടമ്പടിയുടെ അനന്തരഫലങ്ങൾ വളരെ മോശമായ രീതിയിൽ പലരെയും ദുഃഖത്തിൽ ആക്കാറുണ്ട്. ഇവർ ചെയ്യുന്നത്, ഒരു ചില വീട്ടുകാർ ഒരു കെയർ ഗീവർ, അതായത് മോസ്റ്റ്ലി കെയർ ഗീവർ എന്ന് വെച്ചാൽ നഴ്സിംഗ് പഠിച്ചവർ കാണും, ജനറൽ നഴ്സിംഗ് പഠിച്ചവർ. ഇവർ പുറം രാജ്യങ്ങളിൽ പോകാൻ സാധിക്കാത്തവർ, സാമ്പത്തിക ക്ലേശം ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ IELTS ഇങ്ങനെയുള്ള ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാത്തവരായിരിക്കും. അതുമൂലം അവർക്ക് ജോലിക്ക് പുറം രാജ്യങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ ഗണത്തിൽപ്പെട്ട ഒരു ചിലർ ഈ ഏജൻസികളെ സമീപിക്കുന്ന വീട്ടുകാർക്ക് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഇവർ അവിടേക്ക് ആൾക്കാരെ അയക്കും. എന്നതിൽ വലിയൊരു ചൂഷണം നടക്കുന്നത്, ഒരു വീട്ടിൽ നിന്ന് സാമാന്യം അറ്റ്ലീസ്റ്റ് കുറഞ്ഞൊരു 25,000 to 30,000 rupees ഏജൻസികൾ വാങ്ങാറുണ്ട്. എന്നാൽ അതിശയോക്തമാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ഏജൻസി കാണിക്കുന്നത്. ഇവൻ 30,000 രൂപ വാങ്ങിയാൽ അറ്റ്ലീസ്റ്റ് 7,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ പ്രതിമാസം ഈ പാവം പിടിച്ച ജോലിക്കാരിൽ നിന്ന് ഏജൻസി കരസ്ഥമാക്കും. അതും ഷോർട്ട് ടൈമിൻ്റെ വേറൊരു ടെക്നിക്കൽ 3 മാസം 4 മാസം ഒരു ടൈമും കൊടുക്കുക. 4 മാസം വർക്ക് ചെയ്താൽ ഇവർ വാങ്ങുന്നത് 30,000 to 40,000 rupees. പാവം ആ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്നതോ അതിൽ ബാക്കി തുകയായിരിക്കും. ഇനി ഇവരെത്തിയാൽ, വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ജോലി വീട്ടിൻ്റെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ട് അതിനൊരു പരിഹാരമാർഗത്തിന് വേണ്ടിയാണ് ഇവർ ജോലിക്ക് പോകുന്നത്. പക്ഷേ മോസ്റ്റ്ലി ഇതിൽ 99 ആൾക്കാരും ആത്മാർത്ഥമായ സ്നേഹം കാഴ്ചവെച്ചാൽ അവർക്ക് കിട്ടുന്ന ദുരനുഭവങ്ങൾ വളരെ വലുതാണ്. ഒന്ന്, ഇവർക്ക് ശരിയായ ആഹാരം കൊടുക്കില്ല, അവർ കൊടുക്കുന്ന പഴയ ആഹാരമാണ്. 2, ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ വിളിക്കുന്നവർ അവർ അവിടെ ചെയ്യിപ്പിക്കുന്നത് ആ ശുശ്രൂഷ മാത്രമല്ല, മൊത്തം വീട് അടിച്ചു വരണം, അവരുടെ പാത്രങ്ങൾ കഴുകണം, കിച്ചണിൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവിധ ജോലികളും ഇവരെ കൊണ്ട്, ഈ കുട്ടികളെ കൊണ്ട് ഈ വീട്ടുകാർ ചെയ്യിപ്പിക്കാൻ എല്ലാവരുമില്ല, ഒരു ചില സേവ് 10%. അത് വളരെ കാഠിന്യമാണ്. ഇനി രാവിലെ 4 മണി 4:30 തുടങ്ങുന്ന പണികൾ രാത്രി 11 വരെ ഇവർ ജോലി ചെയ്യേണ്ടി വരും. ഇനി ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ വീട്ടുകാരുടെ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ അവർക്ക് ആഹാരം വെച്ച് കൊടുക്കേണ്ടി വരും. ഇത്ര മോശമായ വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്ന വീട്ടുകാരുമുണ്ട്. അത് വളരെ മോശമാണ്. ഇനി ഏജൻസിയോട് പറയാനുള്ളത്, നിങ്ങൾ ചാർജ് ചെയ്യുന്ന നിങ്ങളുടെ സർവീസ് ചാർജ്, ഓൺ ടൈം സർവീസ് ചാർജ് എത്രയാണെന്ന് വാങ്ങുക. ആ സർവീസ് ചാർജ് നിങ്ങൾ വാങ്ങേണ്ടത് ജോലി കൊടുക്കുന്ന എംപ്ലോയറിൽ നിന്നല്ല. ഓക്കെ, ഇനി എംപ്ലോയർ കൊടുത്തില്ലെങ്കിൽ എംപ്ലോയിൽ നിന്നാണെങ്കിൽ ഓൺ ടൈം വാങ്ങുക, ഒരു സമയം. അതല്ലേ മര്യാദ, മാന്യത. ഇല്ലാതെ ഇവരെ ചൂഷണം നടത്തുന്നത് വളരെ മോശമാണ്. ഇനി ഇവർക്കൊരു അത്യാവശ്യം ഒന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ലീവ് കിട്ടില്ല.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഏജൻസികളല്ലേ അതിനു വേണ്ട സാഹചര്യം ഒരുക്കേണ്ട, അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആരെങ്കിലും വിടുക, അവരെ ലീവിന് അയക്കുക. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരു കാട്ടാളത്വം അതുണ്ടാകാൻ പാടില്ല. ഇനി മറ്റൊരു കാര്യം, ഇങ്ങനെ ജോലിക്ക് പോണവരിലും ഉണ്ട് വില്ലത്തികൾ. അവർ ശരിക്കും പണി ചെയ്യില്ല. അവർ അവിടെ പോയി VIP ചെയ്യും, കള്ളപ്പണി ചെയ്യും, സാധിക്കുകയാണ് പല മോഷണങ്ങൾ നടത്തും. ഇത് ഏജൻസി ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് വീട്ടുകാർ കുറ്റം പറയാൻ സാധിക്കില്ല. സോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരു ചില വീട്ടുകാർ നല്ല രീതിയിൽ പരിചരിക്കുന്നവരുണ്ട്. അവർ കെയർ ഗിവറായി പോണവർ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ സേവനം നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരു ചില കീടങ്ങൾ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടും പ്രവർത്തിക്കുന്നു. അതായത് ഏജൻസികളിലുമുണ്ട് കീടങ്ങൾ, ഈ പോണ ജോലിക്കാരിലുമുണ്ട് കീടങ്ങൾ, ജോലി കൊടുക്കുന്ന എംപ്ലോയറുമുണ്ട് കീടങ്ങൾ. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. ഇതൊക്കെ നല്ല പ്രവണതയല്ല. എല്ലാവരും ഓരോരുത്തരും കഷ്ടപ്പെട്ട് വരുന്നത് അവരുടെ ജോലിക്ക് വേണ്ടി, അവരുടെ വീട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ചുകൊണ്ടാണ്. കഴിവുള്ളവരാരും ഇങ്ങനെയുള്ള പണിക്ക് പോകില്ല. കഴിവുള്ളവരും പോകും. അത് അവരുടെ ആത്മാർത്ഥ, അതൊരു ഇൻട്രസ്റ്റാണ്. സോ ഇങ്ങനെ ഈ ചീഞ്ഞു നാറിയ പ്രവണതകൾ കഴിയുന്നതും ഏജൻറ്റുമാർ ഒഴിവാക്കുക. രണ്ടാമത്, ജോലി അറിയാത്തവരെ എന്തെങ്കിലും ജോലിക്കങ്ങ് നിയോഗിക്കുക, അറിയുന്നവരെ വിടുക. ഇനി ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ജോലികളെക്കുറിച്ച് അറിയണമെങ്കിൽ അവർക്ക് കൊണ്ട് ട്രെയിനിങ് കിട്ടുന്ന എന്ത് വേണമെങ്കിൽ ഞങ്ങളത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ട്രെയിനിങ് ചെറിയ ഒരു 2-3 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം കൊണ്ടോ നിങ്ങൾക്ക് കെയർ ഗിവർ എന്താണ്, എങ്ങനെയാണ് രോഗികളെ ശിക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ ട്രെയിനിങ്ങും എടുക്കാം. അപ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ ജോലികൾ നല്ല രീതിയിൽ നടത്താം. ഇനിയെങ്കിലും ഈ ചൂഷണ പരിപാടികൾ നിർത്തുക. കഷ്ടമാണ്. നിങ്ങൾ അതുപോലെ തന്നെ ഈ ജോലിക്ക് വരുന്നവരെ ആ എംപ്ലോയർ ഒരു മനുഷ്യത്വപരമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുക, മൃഗീയപരമായ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാതിരിക്കുക. അവർ നിങ്ങളെപ്പോലുള്ള ഒരു ജീവിയാണ്, ഒരു സ്ത്രീയോ പുരുഷനോ അവരാണ്. നിങ്ങൾ കഴിക്കുന്ന ആഹാരം അവർക്കും കൊടുക്കുക. പഴകിയ ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുക. അത് ഒട്ടും നല്ലൊരു കാര്യമല്ല. ആരെങ്കിലും പണിക്ക് നിങ്ങളുടെ വീട്ടിലെത്തി അവരൊരു ഗസ്റ്റായി കാണുക, ഫ്രണ്ട്സായി കാണുക, മനുഷ്യത്വപരമായി കാണുക. അത് ഈശ്വരൻ നിങ്ങളെ സഹായിക്കാത്തേ ഉള്ളൂ. എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്ന ഖേദമുണ്ട്. പല ഭാഗത്തു നിന്നും പലരും ഇതുവരെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നാട്ടിൽ നടക്കുന്ന ഈ ഒരു വ്യക്തമായ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ആരും പ്രചരിപ്പിക്കാറില്ല. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ. അവർ എപ്പോഴും, ഞാനടക്കമുള്ള എപ്പോഴും നടക്കുന്നത് മറ്റുള്ളവരെ ചീത്ത പറയാനും മറ്റുള്ളവരുടെ കിടപ്പറ രഹസ്യങ്ങളെക്കുറിച്ച് പറയാൻ, മറ്റുള്ളവരുടെ അസ്തമന ഉദയത്തെക്കുറിച്ച് പറയും. ഇതാണ് അവർ സമയം കണ്ടെത്തുക. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വലുതായിട്ട് ആരും പ്രതിപാദിക്കാറില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയക്കാരോടും പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് വെളിച്ചത്ത് കൊണ്ട് എല്ലാവർക്കും നല്ലൊരു സംവിധാനം, നല്ലൊരു അന്തരീക്ഷം ജോലിക്ക് വേണ്ടി ഉണ്ടായിരിക്കണം. ഒപ്പം വീട്ടുകാരും നിങ്ങൾക്ക് ഒരു ജോലിക്കാരി കിട്ടിക്കഴിഞ്ഞാൽ, ജോലിക്കാരെ ഒരു എംപ്ലോയിയെ കിട്ടിക്കഴിഞ്ഞാൽ അവർ മനുഷ്യരായി കാണുക, നിങ്ങളുടെ വീട്ടിലൊരു അംഗമായി കാണുക. അപ്പോൾ അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കൂടുതൽ കഷ്ടപ്പെടുത്താതിരിക്കും. അവർക്ക് അർഹിക്കുന്ന റെസ്റ്റ് കൊടുക്കുക, ആഹാരത്തിൽ ശ്രദ്ധിപ്പിക്കുക, അവരെ മനുഷ്യരായി കാണുക, മൃഗങ്ങളായി കാണാതിരിക്കുക. ഇത് ഈ തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അല്ലാത്തവർക്ക്, ഞാൻ എല്ലാവരും തെറ്റുകാരെന്ന് പറയുന്നത്, നല്ല ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാരുണ്ട്. വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന രോഗികൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ കെയർ ഗിവേഴ്സുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ നഴ്സിംഗൊക്കെ പഠിച്ച കുട്ടികളാണ് ഇതിൽ കൂടുതൽ പോണത്. അത് നമുക്ക് ആവശ്യമാണ്. കാരണം വീടുകളിൽ കുഞ്ഞുങ്ങളൊക്കെ പുറത്തായിരിക്കും. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഇങ്ങനെയുള്ള കെയർ ഗീവർമാരെയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലൊരു ബന്ധം ഏർപ്പെടുത്തുക. ഏജൻസി, എംപ്ലോയർ ഒരു നല്ലൊരു ലിങ്ക് ഉണ്ടാക്കുക, നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ഏജൻസി മാസം തോറും വാങ്ങുന്ന ഈ കൊള്ള ലാഭം നിർത്തുക. അത് നല്ലതല്ല, വളരെ മോശമാണ്. അതുപോലെ തന്നെ
എംപ്ലോയർ ചെയ്യേണ്ടത്, ജോലിക്ക് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഏജൻസി കമ്മീഷൻ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ കൊടുത്തിട്ട് വേണമെങ്കിൽ അത് എംപ്ലോയറിന് അങ്ങനെ ഒട്ടും നല്ലതല്ല. പക്ഷേ കമ്മീഷൻ ആർക്കെങ്കിലും കൊടുക്കണം. കാര്യം ഏജൻസി അവർ ജോലി ചെയ്യുന്നുണ്ട്, അവർക്കും അർഹിക്കുന്നത് കിട്ടണം. പക്ഷേ അർഹതയില്ലാത്തത് വാങ്ങാതിരിക്കുക, അത് മോശമാണ്. അതുകൊണ്ട് ഏതെങ്കിലും കെയർ ഗീവറായി ജോലിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നവർ, അവർക്ക് ജോലിയെക്കുറിച്ച് അറിയണമെങ്കിൽ, എന്താണെന്നതിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിനുള്ള ചെറിയ രീതിയിലുള്ള ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ആവശ്യമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. ഞങ്ങളുടെ നമ്പർ 7902616164. ഒരിക്കൽ കൂടി പറയുന്നു, 7902616164. അത് നിങ്ങൾക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ഈവൻ ഫോണിൽ കൂടിയും വേണ്ട ട്രെയിനിങ്ങൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഓൺലൈനായി. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഒരിക്കൽ കൂടി പറയുന്നു, ഈ വീഡിയോ അറിയുന്നവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്താലും. കാരണം ഏതെങ്കിലും ഏജൻസികളെ ബന്ധപ്പെടുന്നതിന് മുമ്പ് അവരെന്തൊക്കെ കാര്യങ്ങൾ അറിയണം, എന്തൊക്കെ വിവരങ്ങളാണ് കേട്ടറിയേണ്ടതെന്ന വിവരം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.